സർവ്വഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 24, ഒന്നാമത്തെ വായനാ ഭാഗം നെഹമ്യാ പുസ്തകം 12-ാം അധ്യായം. ദൈവാലയത്തിൻ്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ യെരുശലേമിലുള്ള മതിലിൻ്റെ പണി തീർന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ വായിച്ചു. 52 ദിവസം കൊണ്ട് മതിലിൻ്റെ പണി പൂർത്തിയായി. അതൊരു വലിയ അത്ഭുതകരമായ കാര്യമായിരുന്നു. എന്നാൽ അതിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ടില്ല. അപ്പോൾ ആ പ്രതിഷ്ഠ നടത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് 12-ാം അധ്യായത്തിൽ പ്രധാനമായും കാണുന്നതും വായിക്കുന്നതും. അതിൽ നമ്മൾ ആദ്യം വായിക്കുന്നത് ആദ്യം സെരുബാബേലിൻ്റെ, ശെയൽത്തീയേലിൻ്റെ മകനായ സെരുബാബേലിൻ്റെ അതുപോലെ യേശുവയോടും കൂടെ അവരുടെ നേതൃത്വത്തിൽ വന്ന പുരോഹിതന്മാരും ലേവ്യരെയും കുറിച്ചാണ്. അപ്പോൾ ഇത് പുരോഹിതന്മാരും ലേവ്യരെയും കുറിച്ചാണ് പറയുന്നത്. ബാക്കി ലിസ്റ്റൊക്കെ നമ്മൾ എസ്രാ പുരോഹിതൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ വന്ന ആളുകളുടെ പേരുകളാണ്. ആ പുരോഹിത അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യത്തിലും ലേവ്യരിലുമുള്ളവരുടെ പേരുകൾ വിവരങ്ങളാണ്. അതിൽ സരായാവ്, ഇരമ്യാവ്, എസ്ര, അരമ്യ, അമര്യാവ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. ഇദ്ദോ, പിന്നെ ഗിന്നഥോയി, അങ്ങനെ ഹിൽക്കിയാവ്, യദായാവ്. അപ്പം ഇന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വായിച്ചിട്ടത് ഇവർ യേശുവയുടെ കാലത്ത് പുരോഹിതന്മാരുടെയും തങ്ങളുടെ സഹോദരന്മാരുടെയും തലവന്മാരായിരുന്നു. ലേവ്യരോ യേശുവ, ബിന്നൂബി, കദ്മിയേൽ, ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരും, യഹൂദ എന്നിവരും സ്തോത്രഗാന നായകനായ മഥന്യാവും സഹോദരന്മാരും അവരുടെ സഹോദരന്മാരായ ബുക്ബുക്യാവും ഉന്നവും അവർക്ക് സഹകാരികളായി ശുശ്രൂഷിച്ചു നിന്നു. യേശുവ എല്യാക്കീമിനെ ജനിപ്പിച്ച് അങ്ങനെ അത് ഒരു തലമുറ പറഞ്ഞു വരികയാണ്. ഇന്ന മകൻ്റെ മകൻ മകൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എലിയാശീബ്, യയോദ, യോഹാനാൻ, യദ്വ എന്നിവരുടെ കാലത്ത് ലേവ്യരെയും പാഴ്സി രാജാവിൻ്റെ ദാര്യാവേശിൻ്റെ കാലത്ത്. അപ്പോൾ ഇത് ഇന്നത്തെ കാര്യമല്ല, പഴയ കാലത്തെ ചില കാര്യങ്ങൾ, ലേവ്യരുടെയും പുരോഹിതന്മാരുടെയും കാര്യങ്ങളും ദൈവാലയത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുകയാണ്. അപ്പോൾ അവിടെ ആ കാലം വരെ അവർ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഇതൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവപുരുഷനായ ദാവീദ് കൽപ്പന പ്രകാരം അവർ നമ്മൾ വായിക്കുന്നുണ്ട്. കൂറുകളായിട്ട് നിയമിക്കുന്നതും ഒക്കെ വെക്കുന്ന നമ്മൾ രാജാക്കന്മാർ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ അവർ സ്തുതിയും സ്തോത്രവും ചെയ്തു വന്നു എന്നാണ്. മഥന്യാവും ബുക്ബുക്യാവും ഉപദ്യാവും എന്നിവരൊക്കെ വാതിലുകൾക്കരികെയുള്ള ഭണ്ഡാരഗ്രഹങ്ങൾ കാൽക്കുന്ന വാതിൽ കാവൽക്കാരായിരുന്നു. യോസാദാക്കിൻ്റെ മകനായ യേശുവയുടെ മകനായ യഹോയാക്കീമിൻ്റെ കാലത്തും ദേശാധിപതിയായ നെഹമ്യാവിൻ്റെയും ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ്റെ കാലത്തും അവരുണ്ടായിരുന്നു. അപ്പം ഇതൊരു വിവരണം, ഒരു ചരിത്രത്തിൻ്റെ വിവരണം, കാലഘട്ടം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് യെരുശലേമിൻ്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൈത്താളങ്ങളോടും വീണകളോടും കിന്നരങ്ങളോടും സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അപ്പം അങ്ങനെ ലേവ്യരും പുരോഹിതന്മാരും ഒക്കെ യെരുശലേമിൽ വന്നു. അപ്പം മതിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. മതിലിൻ്റെ പണി തീർന്നു എന്നുള്ളത് നമുക്കറിയാം, വായിച്ചിട്ടുണ്ട്. അങ്ങനെ സംഗീതക്കാരുടെ വർക്കം യെരുശലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും നെഥോഫാത്യരുടെ ഗ്രാമങ്ങളിൽ നിന്നും ബേത് ഗിൽഗാലിൽ നിന്നും ഗേബയുടെയും അസ്മാവ്യത്തിൻ്റെയും നാട്ടുമുറങ്ങളിൽ നിന്നും വന്നുകൂടി. സംഗീതക്കാർ യെരുശലേമിൻ്റെ ചുറ്റും തങ്ങൾക്ക് ഗ്രാമങ്ങൾ പണിതിരുന്നു. പുരോഹിതന്മാരും ലേവ്യരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ജനത്തെയും വാതിലുകളെയും മതിലിനെയും ശുദ്ധീകരിച്ചു. ജനത്തെ ശുദ്ധീകരിച്ചു, വാതിലുകളെ ശുദ്ധീകരിച്ചു, മതിലിനെ ശുദ്ധീകരിച്ചു. പിന്നെ അവർ സ്തോത്രഗാനം ചെയ്തുകൊണ്ട് പ്രദക്ഷിണം ചെയ്യേണ്ട 2 വലിയ കൂട്ടങ്ങൾ നിയമിച്ചു. അപ്പോൾ മതിലിൻ്റെ 2 വശത്തുകൂടിയും നടന്ന് സ്തോത്രം ചെയ്ത് അവർ നടന്ന് ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പം അങ്ങനെ 2 കൂട്ടരായിട്ടാണ് അത് നടക്കുന്നത്. അതിൽ ഒരു എസ്രാ ശാസ്ത്രി ഒരു കൂട്ടത്തിൻ്റെ മുമ്പിൽ നടക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റേ കൂട്ടത്തിൻ്റെ നേതാവ് നമുക്ക് നോക്കാം. എസ്രാ ശാസ്ത്രിയുടെ കൂടെ നടന്നവർ ഉറവുവാതിൽ കടന്ന് നേരെ ദാവീദിൻ്റെ നഗരത്തിൻ്റെ പടിക്കെട്ടിൽ കൂടി ദാവീദിൻ്റെ അരമനയ്ക്ക് കൊട്ടാരത്തിനപ്പുറം മതിലിൻ്റെ കയറ്റത്തിൽ കിഴക്ക് നീർവാതിൽ വരെ ചെന്നു. അപ്പോൾ അവരുടെ 2ാമത്തെ കൂട്ടമുണ്ട്. ആ 2ാമത്തെ കൂട്ടം വന്ന ഭാഗം എന്ന് പറയുന്നത് മതിലിന്മേൽ ചൂളഗോപുരത്തിനപ്പുറം വിശാല മതിൽ വരെയും എഫ്രൈം വാതിലിനപ്പുറം പഴയ വാതിൽ, മീൻവാതിലും ഹനനേലിൻ്റെ ഗോപുരവും ഹമേന ഗോപുരവും കടന്ന് ആട്ടുവാതിൽ വരെയും ചെന്നു. അവർ കാരാഗ്രഹവാതിൽക്ക് നിന്നു. അപ്പം അങ്ങനെ 2 കൂട്ടവും 2 ഭാഗത്തൂടെ നടന്ന് അവിടെ എത്തുകയാണ്.
അപ്പോൾ ഈ സ്തോത്രഗാനക്കാരും ഒക്കെ കൂട്ടമുണ്ട് അവരുടെ കൂടെ. അതിൽ ശബ്ദങ്ങൾ, കാഹളങ്ങളുണ്ട്, ഒച്ചയുണ്ട്, എല്ലാം ഉണ്ട്. അവർ എല്ലാവരും കൂടെ അവിടെ വന്ന് വായിക്കുന്നത്. കാഹളങ്ങളോട് കൂടെ എല്യാക്കീമും മയസയാവ്, മിന്യാമീൻ, മിഖായാവ്, എല്യോവൻ, അങ്ങനെ ഒരു സംഘം അവിടെ ഈ പാട്ടും ഗാനവും ഒക്കെ ആയിട്ട് യെരുശലേം ദേവാലയത്തിനരികെ വന്നു. സംഗീതക്കാർ ഉച്ചത്തിൽ പാടി. അവിടെ അന്ന് അവിടെ മഹായാഗങ്ങൾ അർപ്പിച്ചു, സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. സ്ത്രീകളും പൈതങ്ങളും കൂടെ, അപ്പം പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും പൈതങ്ങളും അവരുടെ കൂടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് യെരുശലേമിലെ സന്തോഷഘോഷം ബഹുദൂരം കേട്ടു എന്നാണ്. അതങ്ങ് ഒരുപാട് ദൂരെ കേട്ടു. അത്ര കണ്ട് ഒച്ചയും ഗാനവും ശബ്ദവും ഒക്കെ ആയിരുന്നത്. അങ്ങനെ ആയിരുന്നു അവരന്ന്. ലേവ്യരെ കുറിച്ച്, ഇപ്പം ലേവ്യർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് ഒരിക്കലും അവർക്ക് കൃഷി ചെയ്യാനോ ആടുമാടുകളെ വയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വരുമാനമാർഗം ഉണ്ടാക്കാനുള്ള വകുപ്പ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമത്തിലില്ല. അവർ യഹോവയാണ് അവരുടെ അവകാശം എന്ന് പറഞ്ഞാൽ, യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി അവരവരുടെ ജീവിതം മാറ്റിവെക്കുകയും അവരെ സംരക്ഷിക്കേണ്ട ചുമതല ബാക്കിയുള്ള 11 ഗോത്രങ്ങൾക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി ശരിക്കും പറഞ്ഞാൽ ബാക്കി 12 ഗോത്രം വരും. 2 ഗോത്രം എന്ന് പറയുന്നത് മനശ്ശെയുടെയും എഫ്രൈമിൻ്റെയും ഗോത്രം കൂട്ടുമ്പം 12 ഗോത്രം വരും. ആ 12 ഗോത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരുടെ കാര്യം നോക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അവർക്ക് ഈ അവരുടെ ഉപജീവനത്തിനുള്ളതൊക്കെയും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവർക്ക് നിയമിക്കപ്പെട്ട ഓഹരികളെ, പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളിൽ ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും ഉദർച്ചാർപ്പണങ്ങൾക്കും ഉള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചാരകന്മാരെ നിയമിച്ചു. ഇത് അവർക്ക് കൊടുക്കാനുള്ളത് അവർക്ക് നേരിട്ട് കൊടുക്കുകയല്ല, മറിച്ച് അത് ആലയത്തിൽ തന്നെ അറകളിൽ സൂക്ഷിച്ചിട്ട് അവിടെ നിന്നാണ് കൊടുക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ ഉപകരണങ്ങളുടെ ശുശ്രൂഷ നടത്തുന്നു. സംഗീതക്കാരെയും വാതിൽക്കാവൽക്കാരെയും ദാവീദിൻ്റെയും അവൻ്റെ മകനായ ശലോമോൻ്റെയും കൽപ്പന പ്രകാരം അത് ചെയ്യുന്നുണ്ട്. പിന്നെ ദാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് സംഗീതക്കാർക്ക് ഒരു തലവനും ദൈവത്തിന് സ്തുതിയും സ്തോത്രമുള്ള ഗീതങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ഇസ്രായേലും സെരുബ്ബാബേലിൻ്റെ കാലത്തും നെഹമ്യാവിൻ്റെ കാലത്തും സംഗീതക്കാർക്കും വാതിൽക്കാവൽക്കാർക്കും ദിവസേന ആവശ്യമായ ഉപജീവനം കൊടുത്തു വന്നു. അവർ ലേവ്യർക്ക് നിവേദിതങ്ങളെ കൊടുത്തു, ലേവ്യർ അഹരോന്യർക്കും നിവേദിതങ്ങളെ കൊടുത്തു. അപ്പോൾ അത് പ്രത്യേകം പറയുന്നു, ലേവ്യർക്ക് ലഭിക്കുന്നതിൽ നിന്ന് അവർ അഹരോന്യർക്കും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ക്രമം. ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വന്നുകൂടിയ ജനം, അവർ പാട്ടുകളും സ്തോത്രങ്ങളും കിന്നരങ്ങളും വായനയും വാദ്യോപകരണങ്ങളും ഒക്കെ ആയിട്ട് 2 വലിയ സംഘങ്ങളായിട്ട് നടന്നു വന്ന് അവർ ഒരുമിച്ച് ഒരിടത്ത് എത്തിച്ചേരുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ഇന്നത്തെ 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അങ്ങനെ പ്രതിഷ്ഠ പൂർത്തിയായി. അവർ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം തന്നെ അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷയും അതുപോലെ തന്നെ ശുദ്ധീകരണ ശുശ്രൂഷയും ഒക്കെ നടത്തി അവർ സന്തോഷത്തോടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ സന്തോഷപൂർവ്വം തന്നെ അവർ ആചരിച്ചു അല്ലെങ്കിൽ അത് നടത്തി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. 2-ാമത്തെ വായനാഭാഗം ആമോസ് പ്രവചനം 4-ാം അധ്യായം. ഇവിടെയും അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവിൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമര്യ പർവ്വതത്തിലെ ബാശാന്യ പശുക്കളെ ഈ വചനം കേൾപ്പിൻ എന്നാണ് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ ബാശാന്യ പശുക്കൾ എന്ന് പറയുന്നത്, ഈ ബാശാൻ എന്ന് പറയുന്നത് ഓഗ് എന്ന് പറയുന്ന രാജാവിനെ കീഴ്പ്പെടുത്തി പിടിച്ചടക്കിയ സ്ഥലത്തുള്ള ആണ് ഈ ബാശാൻ. അത് മോശയുടെ നേതൃത്വത്തിൽ മോശ ഇസ്രായേൽ ജനത്തിനെ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ കനാനകത്ത് ആക്രമിക്കുന്ന, കീഴടക്കുന്ന ഒരു രാജാവാണ് ഓഗ്. ഓഗിനെ കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഓഗിനെ പ്രദേശമാണ് ബാശാൻ. ഈ ബാശാൻ എന്ന് പറയുന്നത് വളരെ വളരെയധികം പുൽത്തകടികളുള്ള ഓക്കിൻ്റെ മരങ്ങളുടെ വലിയൊരു കാടൊക്കെയുള്ള ഒരു വലിയ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമാണ്. അവിടെ പശുക്കൾ, ആടുകൾ, അതുപോലെ മൃഗസമ്പത്തിൻ്റെയൊക്കെ ഭയങ്കരമായ എണ്ണവും അവർക്കൊക്കെ സമൃദ്ധമായി ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പശുക്കൾക്ക് പ്രത്യേകത, സമൃദ്ധമായ ആഹാരം കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ, സമൃദ്ധി ആഹാരത്തിലുള്ളത് കൊണ്ട് അവരുടെ ശരീരവും അതുപോലെ പുഷ്ടിയുള്ളതാണ്. അവരത് പുഷ്ടിയുള്ളതാണ്. അപ്പോൾ ഈ പുഷ്ടി
സമൃദ്ധി കൊണ്ട് പുഷ്ടി വരുമ്പം പശുവിനെ പോലെയല്ല. പശുവാണ്, മൃഗമാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ അതുകൊണ്ട് നിഗളിക്കാനും അഹങ്കരിക്കാനും ഇടയാകും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ശമര്യാ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ടുവരിക എന്ന് ഭർത്താക്കന്മാരോട് പറയുന്ന ഭാഷാന്യ പശുക്കളെ എന്ന് പറഞ്ഞിട്ടാണ് അവരോട് പറയുന്നത്. അപ്പം അതോട്ട് സ്ത്രീകളെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്ത്രീകൾ വഴിയാണ് സകല ബന്ധങ്ങളും. സ്ത്രീയിൽ നിന്നാണ് മക്കൾ ഉണ്ടാകുന്നത്. ആ ഭർത്താവ്, ഇതെല്ലാം ആ സ്ത്രീയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ വചനം കേൾപ്പിൻ, ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചു കൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരുത്തും. ഞാൻ യഹോവയായ കർത്താവ് തൻ്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു. അപ്പം യഹോവയായ കർത്താവ് സത്യം ചെയ്താൽ, ദൈവം സത്യം ചെയ്താൽ പിന്നെ അത് നടക്കും. അതിനകത്ത് മാറ്റാനൊക്കത്തില്ല. കാരണം ദൈവം മനുഷ്യനല്ല. അപ്പം അങ്ങനെ അവരോട് പറയുകയാണ്. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തി നേരെ മുമ്പോട്ട് മതിൽ പിളർപ്പുകളിൽ കൂടി പുറത്ത് ചെല്ലുകയും റിമ്മോനെ എറിഞ്ഞു കളയുകയും ചെയ്യും. ഇപ്പം ഈ റിമ്മോനും പിന്നെ അതുപോലുള്ള വേറെ ദേവന്മാരെയൊക്കെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതൊരു അരാമ്യ ദേവനാണ് ഈ റിമ്മോനെ എറിഞ്ഞു കളയുകയും ചെയ്യും. ബഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യും. ബഥേലും ഗിൽഗാലും ഒക്കെ ഇതിൻ്റെയൊക്കെ പ്രധാന കേന്ദ്രങ്ങളാണ്, ഈ അന്യ ആരാധനാ കേന്ദ്രങ്ങൾ. പക്ഷെ അത് ഇസ്രായേലിനകത്താണ്, അല്ലെങ്കിൽ പഴയ കനാൻ ദേശമാണ്. രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും 3-ാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടു ചെല്ലുവിൻ. ചെയ്യേണ്ട കാര്യത്തെ സംബന്ധിച്ച് പറയാണ്. കൊണ്ടു ചെല്ലുവിൻ. പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പിൻ. സുമേധ അർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവിൻ. അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത്. അപ്പം ഈ ബഥേലിലും ഗാദിലും ദാനിലും ഒക്കെയുള്ള കാളക്കുട്ടികളുടെ ബിംബങ്ങൾ, അതുപോലെ റിമ്മോൻ എന്ന് പറയുന്ന പിന്നെ മോലാക്ക്, അങ്ങനെ ഒരുപാട് അന്യദൈവങ്ങളുടെ ദൈവങ്ങളുണ്ട്. അത് മിസ്രൈമിൽ നിന്ന് മനസ്സിലാക്കി കൊണ്ടുവന്ന ദേവന്മാരുണ്ട്, അമ്മോന്യരുടെ ദേവനുണ്ട്, അരാമ്യരുടെ ദേവന്മാരുണ്ട്. ഇങ്ങനെ പല ജാതികളുടെയും ദേവന്മാരൊക്കെ ഇവർക്കുണ്ട്. കാരണം അവരൊക്കെയാണ് അവിടെ അവർ സമൃദ്ധിയായിട്ടിരിക്കുന്നത് കൊണ്ട് ഇവർ വിചാരിക്കുന്ന ആ ദേവന്മാരാണ് അവർക്ക് സമൃദ്ധിയും മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ യഹോവയായ ദൈവം 40 വർഷം അവരെ മരുഭൂമിയിൽ കൂടെ ഒന്നുമില്ലാത്ത ദേശത്തൂടെ സമൃദ്ധി, ആഹാരവും കൊടുത്ത് വസ്ത്രവും കൊടുത്ത്, അല്ലെങ്കിൽ വസ്ത്രം ചീത്തയാകാതെ 40 വർഷം സൂക്ഷിച്ച് ചെരുപ്പൊന്നും വേറൊന്നും മാറ്റാതെ അവരെ നടത്തിയൊന്നും അവർ ഓർക്കുന്നില്ല, അവർ മറന്നു പോകുന്ന ആളാണ്. അപ്പം ഇവിടെ അവർ തൽക്കാലം കാണുന്ന സമൃദ്ധിയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നോക്കി അന്യദൈവങ്ങളുടെ പുറകെ പോവുകയാണ്. അപ്പോൾ ഇത് ദൈവം ആദ്യന്തം ഇസ്രായേലിനോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്, ഈ അന്യദൈവങ്ങളുടെ പുറകെ ഉള്ള ഇവരുടെ ഈ പോക്കിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് മിക്കപ്പോഴും അവർക്ക് ഈ ശിക്ഷകളൊക്കെ കിട്ടുന്നത്. കൽപ്പന അനുസരിക്കുന്നില്ല എന്നുള്ള കാര്യം വേറെ ഉള്ളപ്പോൾ തന്നെ ബേസിക്കലി അവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഈ ദൈവത്തെ വിട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഇവിടെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കുറവും വല്ലിൻ്റെ വെടിപ്പും ഒക്കെ വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഞാൻ മഴ മുടക്കി, മുൻമഴ മുടക്കി, പിന്മഴ മുടക്കി, ഇതെല്ലാം ചെയ്തിട്ടും അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നത്, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. പിന്നെ പറയുന്നത്, ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞു കൊണ്ടും ശിക്ഷിച്ചു. തോട്ടങ്ങളെയും മുന്തിരിപ്പറവുകളെയും അത്തിവൃക്ഷങ്ങളെയും ഒലിവൃക്ഷങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നു കളഞ്ഞു. എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഞാൻ നിങ്ങൾക്ക് മഹാമാരി അയച്ചു, യൗവനക്കാരെ വാൾ കൊണ്ട് കൊന്നു, നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി, നിങ്ങളുടെ പാളയങ്ങളുടെ നാറ്റം നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി. എന്നിട്ട് നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല. പിന്നെ പറയുന്നുണ്ട്, ദൈവം സോദാമിനെ പോലെയും ഗോമോരെ പോലെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. ഇത് ദൈവം ഇത് പറയുക എന്ന് പറഞ്ഞാൽ, ദൈവമാണ് ഇത് പറയുന്നത് ഓർക്കണം. ദൈവം ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കുറവാണ്. ദൈവത്തിനല്ല, ഈ ആരോടാണോ പറയുന്നത് അവരെ സംബന്ധിച്ച്. ദൈവത്തിനെ കൊണ്ട് അങ്ങനെ പറയിക്കാൻ ഇടയാക്കരുത്. ദൈവം അങ്ങനെ താഴ്ന്നു വന്ന് പറയേണ്ട ഒരാളല്ല. ദൈവമാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അത്രത്തോളം ദോഷകരമായ ഒരു ജീവിതമാണ് ഏത് സാഹചര്യത്തിൽ, ഏത് കാലഘട്ടത്തിലുള്ള ജനമായാലും നയിക്കുന്നതെന്നുള്ളതാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ പല കാലഘട്ടങ്ങളിലും പല ആൾക്കാർ ജീവിച്ചിരുന്നുണ്ട്. ഇസ്രായേലിന് മാത്രമാണ് ഇത് പറയുന്നതെങ്കിലും ലോകത്തെ എല്ലാ ജനവും ദൈവത്തെ അറിയാതെ ജീവിക്കുന്ന ജനമാണ്. അവർ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് കല്ലിനെയും മണ്ണിനെയും മൃഗങ്ങളെയും പാമ്പിനെയും ഒക്കെ ആരാധിക്കുകയാണ്. അപ്പം അത് നമ്മളിപ്പം നമ്മുടെ പിതാവ് ആയിരിക്കുന്ന ആൾ ഉമ്മറത്തിരിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുഞ്ഞിനെ അപ്പ എന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ അപ്പൻ്റെ മനോവ്യഥ എന്തായിരിക്കും? അത് കുഞ്ഞായിരിക്കും വിളിക്കുന്നത്. പക്ഷെ കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞ്
വിളിക്കുന്നത് പോലും ആ അപ്പനെ ഉണ്ടാക്കുന്ന വ്യഥ, മനോവിഷമം നമുക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം, ഇത്രയും വലിയവനായ ദൈവം, ദൈവത്തെ മനസ്സിലാക്കാത്ത ജനം ദൈവമാണെന്ന് പറഞ്ഞ് കല്ലിൻ്റെയും മണ്ണിൻ്റെയും പാമ്പിൻ്റെയും പഴുതാരയുടെയും പുറകെ പോകുന്നത് ദൈവത്തിന് എന്തുമാത്രം വ്യസനം ഉണ്ടാക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പം അങ്ങനെ എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല, എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് തന്നെയാണ് ദൈവം അവിടെ വായിക്കുന്നത്. അതിൻ്റെ അവസാനം നമ്മൾ എത്തുമ്പോൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം മനുഷ്യനോട് വായിക്കാം, പൂർണ്ണമായിട്ടും തന്നെ വായിക്കാം. ഇസ്രായേൽ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പം ഇത് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ ഈ ആമോസ് പ്രവചനം തൊട്ടടുത്ത 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലും 8-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലും, അപ്പോൾ ഇതൊന്ന് റെഫർ ചെയ്യണം. ഞാൻ ഈ പറയുന്നത് ആമോസ് 5:8, ആമോസ് 8:9, ആമോസ് 9:6, ഇവിടെയൊക്കെയും തന്നെ ഈ പറഞ്ഞ 13-ാമത്തെ വാക്യത്തിൻ്റെ ആശയം നമുക്ക് കുറച്ചുകൂടെ വിശാലമായി തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അതിൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, സൈന്യങ്ങൾ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പോൾ ദൈവമാരാണ്, ദൈവത്തിൻ്റെ പേരെന്താണ്, അതിലുപരിയായി ദൈവം ചെയ്യുന്ന കാര്യങ്ങളും ദൈവത്തിൻ്റെ വലിപ്പം എന്താണ്, ദൈവത്തിൻ്റെ ശക്തി എന്താണ്, ദൈവം എന്തൊക്കെയാണ് ചെയ്യുന്നത്, ദൈവം എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വിശാലമായി നമുക്ക് വായിക്കാൻ ഞാൻ ഈ പറഞ്ഞ റെഫറൻസുകൾ ഈ പുസ്തകത്തിൽ നിന്ന്, ആമോസിൻ്റെ പുസ്തകത്തിൽ തന്നെ വായിക്കാം. അതുപോലെ യെശയ്യാ പ്രവചനം 40, 41, 42, 44, 45 അധ്യായങ്ങൾ, അതിൽ ഒരെണ്ണം വായിക്കാവുന്നത് യെശയ്യാ 40:12. പിന്നെ ഒരു റെഫറൻസ് കൂടെ പറയാം, അത് സങ്കീർത്തനങ്ങൾ 65:6. ഒരുപാട് റെഫറൻസ് ഉണ്ട്. ഞാൻ ഇതിൽ ഇത്രയും റെഫറൻസ് പറഞ്ഞത് ഈ ഒരു കാര്യത്തിന്, ഈ ഇപ്പം നമ്മൾ വായിച്ചു നിർത്തിയ വാക്യത്തിന് നന്നായിട്ടൊന്ന് സമൃദ്ധമാക്കാൻ, സമ്പുഷ്ടമാക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുവാൻ. അത് ആ തരത്തിൽ വായിച്ചു പോകേണ്ടതല്ലോ, മറിച്ച് ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ പതിയേണ്ടതാണ്. ഇവിടെ എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് 1, 2, 3, 4, 5 ഭാഗങ്ങളിലാണ്, ഈ 5 സ്ഥലത്തായിട്ടാണ് ഈ അധ്യായത്തിൽ ഇത് എഴുതിയിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞത്. അപ്പം ദൈവം അങ്ങനെ പറയുന്ന, അങ്ങനെ വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്ന ജനത്തിൻ്റെ സ്വഭാവം നമുക്കതിലൂടെ മനസ്സിലാകും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയവും നമുക്കതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടാണ് പറയുന്നത്, ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാൻ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പോൾ അതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളതിനെ കൂടുതൽ കുറച്ചുകൂടെ സമ്പുഷ്ടമായി മനസ്സിലാക്കുവാനാണ് ഈ വാക്യങ്ങളിൽ. അതുപോലെ സങ്കീർത്തനങ്ങൾ 65:6, അത് ചുരുക്കം ചില വാക്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതുകൂടെ വായിക്കുന്നത് ഇതിനെ നമുക്ക് ഹൃദയത്തെ നിറയ്ക്കാൻ സഹായകരമായിരിക്കും. 3-ാമത്തെ വായനാഭാഗം തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനമാണ് നമ്മൾ ഇന്നലെ വായിച്ചു തീർന്നത്. ഇത് ഇന്ന് നമുക്ക് വായിക്കേണ്ടത് തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം, ഇതിൻ്റെ 1-ാമത്തെ അധ്യായം. ഇതിന് ആദ്യം തന്നെ ഇത് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതുന്നതാണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത്, ഞാൻ നിന്നെക്കുറിച്ച് എപ്പോഴും എല്ലാ ദിവസവും എന്നും ഞാൻ ഇടവിടാതെ രാവും പകലും നിന്നെ സ്മരിച്ച് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ്. അപ്പോൾ നിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് എനിക്ക് വലിയ ഉറപ്പുണ്ട്. നിൻ്റെ വിശ്വാസം സംബന്ധിച്ച് ആ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുകയും ചെയ്തു എന്നുള്ള എഴുതുന്നു. ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് അപ്പം ഇത് തിമോത്തിയോസിന് ആ വിശ്വാസം വരുന്നതിന് മുമ്പ് നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കയിലും അതുണ്ടായിരുന്നു, നിന്നിലുമുണ്ട്. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രയും ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. ഒരു ചെറിയ കാര്യം, വലിയ കാര്യമാണ്, പക്ഷെ അത്
പറഞ്ഞ് ഇത്രയും ദീർഘിപ്പിക്കാതെ അത് പറഞ്ഞു വെക്കാം, എളുപ്പം പറയാം. അത് ദൈവത്തിൻ്റെ കൃപയ്ക്കും സ്വന്തം നിർണയത്തിനും ഒത്തവണ്ണം അത്ര എന്ന് പറയാം. പക്ഷെ അതിനിടയ്ക്ക് പല കാര്യങ്ങളെയും കണക്ട് ചെയ്ത് പൗലോസ് അപ്പോസ്തലൻ്റെ മാത്രം ഒരു രചനാശൈലി, അത് വായനക്കാർക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ ആദ്യം അവസാനം കൊണ്ട് തീർക്കാവുന്നത്. അതിനിടയ്ക്ക് പല കാര്യങ്ങളിലൂടെയും കടന്നുപോയി അതിൻ്റെ ആ പൂർണ്ണതയിൽ, നിറവിൽ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കുന്ന ഒരു ശൈലി, അത് പൗലോസ് അപ്പോസ്തലൻ്റെ രചനയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അപ്പോൾ എനിക്കും കഷ്ടമുണ്ട്, നിനക്കും കഷ്ടമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കഷ്ടതയില്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. കഷ്ടതയെന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനം, ആത്മീയമായി ഈ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള തടസ്സങ്ങൾ, അതിനുള്ള പരീക്ഷകൾ, അതിന് ഉള്ള പ്രലോഭനങ്ങൾ ഒക്കെയാണ് ഏറ്റവും വലിയ കഷ്ടത. നമുക്ക് വിശ്വാസം വിട്ടുപോകാൻ തോന്നുന്ന തരത്തിൽ, നമുക്കെന്നല്ല, വിശ്വാസം വിട്ടുപോകാൻ തോന്നുന്ന തരത്തിൽ ഉള്ള, ഇതെന്തിനും ഇത്രയും സഹിക്കണമെന്ന് തോന്നുന്ന തരത്തിൽ നമുക്കൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല. അതേസമയം ഈ ശ്രേഷ്ഠന്മാരായ പൗലോസിനും തിമത്തിയോസിനും ഒക്കെ അവരുടെ ജീവിതത്തിൽ തന്നെ പലതരം കഷ്ടങ്ങൾ, അവർ സ്നേഹിച്ചവർ അവരെ തള്ളിക്കളയുന്നത്, അവരെ കുറ്റം പറയുന്നത്, അവർ ഇഷ്ടമുണ്ടായിരുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നത്, യഹൂദന്മാർ അവർക്കെതിരെ തിരിയുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ അവർ ജീവിതത്തിൽ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല, യഹൂദനായി പണ്ടത്തെ പോലെ നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയായിരുന്നില്ല. അവർ ക്രിസ്തുവേശുവിലേക്ക് മാറിയപ്പോൾ, ദൈവത്താൽ അയക്കപ്പെട്ട ക്രിസ്തുവേശുവിൻ്റെ പുതിയ നിയമ ഉപദേശപ്രകാരം അവർ മാറാൻ തയ്യാറായപ്പോൾ, പഴയ കെട്ടുപാടുകളിൽ, ന്യായപ്രമാണത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ആൾക്കാരിൽ നിന്നൊക്കെ ഉണ്ടായ ശത്രുത, അവരുടെ വിരോധം, അവരുടെ മർദ്ദനം, പീഡനം, അവരുടെ തള്ളിക്കളയൽ ഒക്കെ അവരെ വലിയ കഷ്ടത്തിലാക്കിയിട്ടുണ്ട്. അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ അതൊക്കെയും തടസ്സമായി നിന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെയാണ് അവരുടെ സുവിശേഷ പ്രവർത്തനത്തിന് കൂടുതൽ ശുഷ്കാന്തി കൊണ്ട് പ്രവർത്തിക്കാൻ കാരണമായതെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എല്ലാം സ്മൂത്തായിരുന്നാൽ നമ്മൾ ദൈവത്തെ മറക്കുകയും ദൈവത്തിൻ്റെ കൃപയ്ക്കായി യാചിക്കാതിരിക്കുകയും നമ്മുടെ മുന്നോട്ട് ശക്തമായി പോകാനുള്ള ആഗ്രഹം നശിച്ചു പോവുകയൊക്കെ ചെയ്യും. സ്മൂത്തായിരിക്കുന്ന, എല്ലാം കംഫർട്ടായിരിക്കുന്ന ഒരവസ്ഥയിൽ. അങ്ങനെ കംഫർട്ടാകരുത്. എല്ലാം ഇതുപോലെ അവർ അനുഭവിച്ച ആ സംഗതികളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് അവർക്ക് തന്നെ അവരുടെ ഹൃദയത്തിൽ വലിയ സന്തോഷവും പ്രമോദവും ഉണ്ടായത്. ഓരോ വിജയങ്ങളുണ്ടാകുമ്പോഴും, ഈ ഇത്രയും വലിയ പ്രതികൂലങ്ങളിൽ ഓരോ കൊച്ചു വിജയങ്ങൾ പോലും വലിയ വിജയമായി ദൈവത്തിൻ്റെ സഹായമായി അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ കഷ്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് തന്നെയാണ്, എന്നോടുകൂടെ കഷ്ടം സഹിക്കാമെന്നാണ്. പക്ഷേ അത് കഷ്ടം മാറ്റി വെച്ചിട്ട് ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്നും ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് തിമത്തിയോസിനും ഉള്ളത് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. പൗലോസിനെ ഏൽപ്പിച്ചിരിക്കുന്ന അത്രയും വലിയ ഉത്തരവാദിത്വം ചിലപ്പോൾ തിമത്തിയോസിന് കാണത്തില്ല. പക്ഷേ അതേ രീതിയിലുള്ള ഉത്തരവാദിത്വം തന്നെയാണ് തിമത്തിയോസിനുമുള്ളത്. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. എന്നാണ്? ന്യായവിധി ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്നുറച്ചിരിക്കുന്നു. എന്നോട് കേട്ട വചനം നീ ക്രിസ്തുവേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ അവിടെ വിട്ടുപോയ ചില ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഫുഗലോസും ഹെർമഗോസ്നേസും എന്ന 2 പേരുണ്ട്. അവരും അക്കൂട്ടത്തിലുള്ളവരാണ്. പക്ഷേ പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫറോസിൻ്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും, അത് ഈ യഥാർത്ഥ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ റോമയിലെത്തിയപ്പം റോമയിൽ വരുന്നു എന്നറിഞ്ഞിട്ട് ഓടി വന്ന് അങ്ങനെ തടവിലൊക്കെയായി ശിക്ഷിക്കപ്പെടാനിരിക്കുന്ന ആളുകളുടെ അടുത്തൊന്നും പെട്ടെന്ന് ആരും വന്ന് ചാടത്തില്ല. കാരണം അയാളുടെ കൂട്ടത്തിലുള്ളവനാണ് ഞാനും എന്ന് പറഞ്ഞ് ഞാനും പിടിക്കപ്പെടുമോ എന്നുള്ള ചിന്തയാൽ. അപ്പം അങ്ങനെ കുറ്റവാളികളുടെ അടുത്തൊന്നും പെട്ടെന്ന് പരിചയക്കാരായിട്ട് ആരും വന്ന് വരില്ല. അത് സത്യമാണല്ലോ.
ഒഴിഞ്ഞു പോകാനേ നോക്കുള്ളൂ. അവനെ പോയി കാണണ്ട, അവൻ ഞാനും അവൻ്റെ കൂട്ടത്തിലുള്ളവനാണെന്ന് വിചാരിക്കും. അവസാനം എനിക്കത് വലിയ കുഴപ്പമാവും എൻ്റെ ഭാവി ജീവിതത്തിൽ എന്നൊക്കെ വിചാരിക്കും. ഇവിടെ അങ്ങനല്ല. അതിൽ ലജ്ജിക്കാതെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു വന്ന് കണ്ടെത്തി എന്നാണ് വായിക്കുന്നത്. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തെന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. അപ്പോൾ എഫെസോസിലായിരുന്നപ്പോഴും ഈ ഒനേസിഫോറോസ് പൗലോസ് അപ്പോസ്തലന് നല്ല ഗുണം ചെയ്ത, സഹായം ചെയ്ത ഒരു മനുഷ്യനാണെന്ന് കൂടെ ഓർമ്മ. അതിനകത്ത് പ്രത്യേക ഒരു കാര്യം നമ്മൾ കാണുന്നത്, ഈ നന്ദി ഇവരുടെയൊക്കെ മനസ്സിലുണ്ടെന്നുള്ളത്. അതൊക്കെ പല എഴുത്തുകളിലും നമുക്ക് കാണാൻ കഴിയും. പണ്ട് കൂടെ ഉണ്ടായിരുന്നവരെ, സഹായിച്ചവരെ, അവരുടെ നന്ദി. അപ്പം ക്രിസ്തീയ വേലയിൽ വളരെ കഷ്ടവും ബുദ്ധിമുട്ടും സഹിച്ച് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ തടസ്സം വരുന്ന കാലഘട്ടത്തിലൊക്കെയും അവരോട് അനുഭാവം കാണിച്ചവരെ, അവരോട് സ്നേഹം പ്രകടിപ്പിച്ചവരെ, അവരെ സഹായിച്ചവരെ ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്നും മറക്കുന്നില്ല. അവരോടൊക്കെയുള്ള നന്ദി പൗലോസ് അപ്പോസ്തലൻ എഴുതാനും മറക്കാതിരിക്കുന്ന കാര്യം നമുക്ക് പലപ്പോഴും കാണാം. ഇതൊക്കെ ഒരു വലിയ മാതൃകയാണ് നമുക്ക് ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള മാതൃകകളിലൊന്നാണ് ഈ നന്ദി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, അത് എടുത്ത് പറയാൻ, മറ്റുള്ളവരോട് പറയാൻ മടി കൂടാതെ അത് പറയുവാനും ഒക്കെ, അത് എല്ലാം കേൾക്കുന്നവർക്ക് ആത്മീയ വർധന ഉണ്ടാക്കുന്നതാണ്. കേൾക്കുന്നവർക്ക് ഇപ്പം നമുക്കിത് വായിച്ച് കേട്ടപ്പോൾ നമുക്കും ഉള്ളിൽ ഒരു തണുപ്പുണ്ടാകുന്നുണ്ട്. നമുക്കും അതൊരു മാതൃകയാണെന്ന് മനസ്സിലാവും. അതുപോലെ നമ്മളും ജീവിക്കേണ്ടതാണ് തിരിച്ചറിയും. ഇത് അനേകർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകും, മറ്റുള്ളവർക്ക് ആത്മീയവർദ്ധന കൊടുക്കും, അവർക്കൊരു മാതൃകയായിത്തീരും. അതിന് ദൈവം ഇടവരുത്തട്ടെ. 3 വായനാഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും അനുഭവിപ്പാൻ വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തർക്കും, നമ്മളെല്ലാവരും ഈ അപ്പോസ്തലൻ മനുഷ്യരോട് നന്ദിയുടെ വാക്കുകൾ പറഞ്ഞതുപോലെ നമുക്കും മറ്റുള്ളവരോടും അതിലുപരി നമ്മുടെ സർവ്വശക്തനായ ദൈവത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ജീവിക്കാം. അത് പറയാനും മടി കാണിക്കാതിരിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.